മഴവെള്ളത്തിൽ മുങ്ങി പൊന്നാനി ആനപ്പടി ALP സ്കൂളിന് മുന്നിൽ ദേശീയപാത നിർമ്മിച്ചതോടെയാണ് കോമ്പൗണ്ടിൽ വെള്ളക്കെട്ട് രൂപമായത്. മഴയൊന്നു പെയ്താൽ ദേശീയപാതയിലെ വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് സ്കൂൾ മുറ്റത്തെത്തും. ദേശീയപാത നിർമ്മിച്ചതോടെ ഏറെ താഴ്ചയിലായ പൊന്നാനി ആനപ്പടി ALP സ്കൂൾ കോമ്പൗണ്ടിൽ മഴവെള്ളം ഇരച്ചെത്തി മുട്ടോളം വെള്ളത്തിൽ നിറയുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ സ്കൂളിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ വരെ മുട്ടോളം വെള്ളത്തിലൂടെ നടന്നാണ് ക്ലാസ്സിലെത്തുന്നത്. റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ സ്കൂൾ കോമ്പൗണ്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ചെയ്യണമെന്ന് നിർമ്മാണ കമ്പനിയെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഇതോടെ ദേശീയപാതയിലെ സർവീസ് റോഡിലെ വെള്ളം സ്കൂൾ കോമ്പൗണ്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. മഴ ശക്തമായാൽ വീണ്ടും സ്കൂളിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. പൊന്നാനി ആനപ്പടി ALP സ്കൂൾ തുടർച്ചയായി ഉണ്ടായ മഴയെ തുടർന്ന് വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനു മുൻപും ഇത്തരം ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വിദ്യാലയത്തിൽ പഠിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ മോട്ടോർ വെച്ച് അവിടുത്തെ വെള്ളം പമ്പ് ചെയ്തും മാറ്റുകയായിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തരമായി അവിടെ ഒരു മോട്ടോർ വാങ്ങിച്ച് സ്ഥാപിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മാനേജർ ഉൾപ്പെടെ അതുപോലെ അവിടുത്തെ PTA കമ്മിറ്റി HM ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ വെള്ളം ഒഴിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ അതല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്നാളിതുവരെ മാനേജ്മെൻറ്റ് തികഞ്ഞ ഒരു അനാസ്ഥയാണ്, അവഗണനയാണ് ഈ സ്കൂളിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് തന്നെ 3 തവണ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല ഉള്ളത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ മറ്റു സ്കൂളുകളിലേക്ക് TC വാങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കർശനമായിട്ടുള്ള നിർദ്ദേശം മാനേജർക്ക് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ സ്കൂൾ നല്ല രീതിയിൽ തന്നെ നടത്തി മുന്നോട്ട് പോവുക, അല്ലാത്ത പക്ഷം അത് നഗരസഭ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. PGTV ന്യൂസ് പൊന്നാനി. സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ 1 ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട്. ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്ക്, 15 വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്.